ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ പുതിയൊരു വിഭവമായിട്ട് എത്തിയേക്കാണ്. ഇന്ന് നോയമ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പക്ക വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് സോയ കബാബ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു കപ്പ് സോയ ചങ്ക്സ് വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ അതിലേക്ക് വേണ്ട ഒരു സവോള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി, ഒരിത്തിരി മല്ലിയില, ഇത്ര സാധനങ്ങളൊക്കെ കൂടി നമ്മൾ ഈ സോയ ചങ്ക്സ് ഒന്ന് അരച്ചെടുക്കുകയാണ്. പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട, എന്നാലും ഇതൊക്കെ ഉള്ളിയുമെല്ലാം അരഞ്ഞ് വരുന്ന ഇതിൽ അരച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ ഉപ്പ് ഒന്ന് നോക്കണം, നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് സോയ, എന്നാലും ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർക്കാം. ഇത് എല്ലാം ഇതിൽ ചേർത്ത് നന്നായി ഇളക്കി കുഴച്ച് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ കുഴക്കുന്ന ഒരു ഇതിൽ കുഴച്ചെടുക്കാം. ഈ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് എല്ലാം മിക്സ് ചെയ്ത് നന്നായി ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളാക്കിയിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ നമ്മുടെ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇത് പരത്തി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത്. എനിക്കിനി റൗണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിൽ അതുപോലെ ആ ഷേപ്പിലൊക്കെ നമുക്ക് എടുക്കാം. നമ്മൾ മൊത്തം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാം. പാൻ ചൂടായി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് അധികം എണ്ണ വേണ്ട, പാൻ്റെ അടിയിൽ മാത്രം എണ്ണ ഉണ്ടായാൽ മതി. എണ്ണ ചൂടായി നമ്മൾ പരത്തി വെച്ച കബാബ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇട്ട വശം കുറച്ച് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നീക്കുമ്പോൾ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കാം. ഷാലോ ഫ്രൈ ആയ കാരണം കൊണ്ടൊന്ന് സൂക്ഷിച്ച് മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും മൊത്തം. അങ്ങനെ ഫുള്ള് മൊരിഞ്ഞിട്ടെന്നാൽ നമ്മളിത് ഒന്ന് ഇടയ്ക്ക് മറിച്ച് കൊടുത്ത് മൊരിച്ചെടുക്കണം. നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള അതും കൂടി വറുത്തെടുക്കാം. നമ്മൾ കബാബ്സ് എല്ലാം മൊത്തം വറുത്തെടുത്തു. ഇത് മിൻ ചട്നി, ടൊമാറ്റോ സോസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ചൂടോടെ സെർവ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സോയ കബാബ് റെഡിയാണ്. നമുക്കെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൻ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെട്ടോടെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.